രാജ്യത്ത് LPG ക്ഷാമമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില ക്ഷുദ്രശക്തികൾ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കനത്ത പ്രഹരം. ഇല്ലാത്ത പ്രതിസന്ധി പറഞ്ഞ് വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഇത്തരം കുപ്രചരണങ്ങളിൽ വീഴരുതെന്നും സർക്കാർ കർശന മുന്നറിയിപ്പ് നൽകി. LPG വിതരണത്തിൽ പൊതുജനങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് രാജ്യത്തെ ആഭ്യന്തര LPG ഉൽപാദനം ഒറ്റയടിക്ക് 25% വർദ്ധിച്ചിരിക്കുന്നത്. ഷിപ്പിംഗ്, വിദേശകാര്യം, പെട്രോളിയം മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആവശ്യത്തിന് പാചകവാതകം രാജ്യത്ത് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അനുകൂലികളും ചില മതമൗലികവാദ ഗ്രൂപ്പുകളും ഇത്തരം വ്യാജ വാർത്തകൾ ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്നത്. സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ ഇവർ നടത്തുന്ന ഈ കുപ്രചരണങ്ങളിൽ അതിൽ വീണാണ് ജനങ്ങൾ പരിഭ്രാന്തരായി LPG സിലിണ്ടറുകൾ അമിതമായി ബുക്ക് ചെയ്യാനും പൂഴ്ത്തിവെക്കാനും തുടങ്ങിയത്. ഇതാണ് വിപണിയിൽ അനാവശ്യമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത് വില കൊടുത്തും രാജ്യത്തെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വികസനവും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ പാർട്ടികളും രാജ്യവിരുദ്ധ ശക്തികളും ചേർന്ന് നടത്തുന്ന ഈ നീക്കങ്ങളെ കൃത്യമായ കണക്കുകളും വർദ്ധിപ്പിച്ച ഉൽപാദനവും നിരത്തിയാണ് കേന്ദ്രം നേരിടുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വില കുറഞ്ഞ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ദേശവിരുദ്ധ ശ്രമങ്ങളാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇല്ലാത്ത ക്ഷാമത്തിന്റെ പേരിൽ പരിഭ്രാന്തരായി പാചകവാതകം വാങ്ങിക്കൂട്ടേണ്ട യാതൊരു ആവശ്യവും നിലവിലില്ല. വാട്സാപ്പിലൂടെയും മറ്റും വരുന്ന ഫോർവേഡുകൾ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾ അവസാനിപ്പിക്കണം. അതിന്റെ സത്യാവസ്ഥ അറിയാതെ പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾ അവസാനിപ്പിക്കണം. രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരം നുണപ്രചാരണങ്ങൾക്കും അട്ടിമറി ശ്രമങ്ങൾക്കുമെതിരെ പൊതുജനങ്ങൾ എപ്പോഴും ജാഗ്രത പാലിക്കണം. ഗ്യാസ് വിതരണം സുഗമമായി തുടരുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.